Good morning to all. അക്കൗണ്ടിംഗ് ഫോർ ഹോട്ടൽസ് എന്ന് പറയുന്ന 5th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും ഇവിടെ പറയുന്നുള്ളൂ. ഇൻട്രൊഡക്ടറി പോർഷനിൽ ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്കറിയാം ഹോട്ടൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു പേര് കേൾക്കുന്നത് പോലെ തന്നെ എന്താണ്, ഹോട്ടൽ ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് ഹോട്ടൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ടൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്തായിരിക്കും? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അല്ലേ. വരുന്ന ഗസ്റ്റിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമാണോ ഹോട്ടൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ഇതുകൂടാതെ അവർക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒരുപാട് സർവീസുകൾ അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ചില ഹോട്ടൽസ് ബിസിനസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ചില ഹോട്ടലിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് എന്താണ്, ആ ഹോട്ടലിൻ്റെ ഭാഗമായി തന്നെ ഷോപ്പിംഗ് ഏരിയാസ് കാണും. അതുപോലെ തന്നെ എന്താണ്, റെക്രിയേഷൻസ് കാണും. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് കാണും ചില ഹോട്ടൽസിൽ. ദെൻ അതുപോലെ തന്നെ എന്താണ്, ബ്യൂട്ടി പാർലർ സൗകര്യങ്ങൾ കാണും. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്താണ്, ഫുഡ് അല്ലെങ്കിൽ കേറ്ററിംഗ് സർവീസ് അവരവിടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിമോട്ട് ഏരിയയിലുള്ള ഹോട്ടൽസൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് എന്താണ് ഹോട്ടൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോട്ടൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഹോട്ടൽസിൽ നടക്കുന്ന അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും എളുപ്പം എന്താണ്, ഓരോ സെക്ഷന് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്താണ്, അവരുടെ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസും കാര്യങ്ങളുമൊക്കെ അറിയാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ട് അവരെന്താണ് ഒരു അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ കീപ്പ് ചെയ്യും. അതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അവർ അക്കൗണ്ട്സ് എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്, എക്സ്പെൻസുകൾ ഉണ്ടാവും, ഇൻകംസ് ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ഒരു ഹോട്ടൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ ആയിരിക്കും അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം കോമൺ ആയിട്ട് ഹോട്ടൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? അതാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ്, ഫസ്റ്റ് ഒരു ഹോട്ടൽ ബിൽഡിങ് വേണം. ദെൻ ആ ബിൽഡിങ് വേണ്ടി ഒരു പ്ലോട്ട് വേണം, ഒരു ലാൻഡ് വേണം. അതുപോലെ തന്നെ എന്താണ്, അത് റൂംസൊക്കെ ആയി ഹോട്ടൽസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം അവിടെ ഫർണിച്ചേഴ്സ് വേണം, TV വേണം. അതുപോലെ തന്നെ എന്താണ്, ടെലഫോൺ സർവീസ് വേണം, ലിവിങ് റൂം വേണം, അതായത് താമസിക്കാൻ സൗകര്യമുള്ള റൂംസ് വേണം. അതുപോലെ തന്നെ ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യാനാണ് അല്ലേ. ബിവറേജസ്, അതുപോലെ തന്നെ സപ്ലയേഴ്സ്, അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് എക്സ്പെൻസുകൾ അവർക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ ദെൻ അത് ഇൻകംസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സോ ഇൻകംസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർക്ക് എന്താണ്, റൂം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗസ്റ്റിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ആ റൂമിൻ്റെ അക്കോമഡേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് ഈടാക്കും. ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിനൊരു ചാർജ് ഈടാക്കും. ബിവറേജസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ചാർജ് ഈടാക്കും. അതുപോലെ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഷോപ്പിംഗ് ഏരിയാസിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് വന്ന് ഷോപ്പിംഗ് നടത്തുമ്പോൾ അതിൽ നിന്നും അവർക്ക് ഇൻകം കിട്ടും. ഇങ്ങനെ അവരുടെ ഇൻകത്തിൻ്റെ സോഴ്സും ഏതൊക്കെയാണെന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ഫസ്റ്റ് പേജ് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ ആ പോർഷൻ വായിച്ച് തന്നെ പോകുക. അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ, പല ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഏതാണ്, അതുപോലെ തന്നെ പർച്ചേസും അതുപോലെ പർച്ചേസും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം പല കോളംസ് ആയിട്ടാണ്. ദെൻ അത് ഏതൊക്കെയാണ്, സെയിൽസിൻ്റെ മായി ബന്ധപ്പെട്ട് പല കോളംസ് ആയിട്ട് ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുമ്പം അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ സിമ്പിളായിട്ടുള്ള പോർഷൻസ് ആണ്, നിങ്ങൾ വായിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ആ ഇൻട്രൊഡക്ടറി പാർട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സെക്ഷനും വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. സോ ഇനി നമ്മൾ
നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, ഹോട്ടൽസ് എന്ന് പറയുമ്പം അവർക്ക് മെയിനായിട്ടുള്ള ഇൻകം ഏൺ ചെയ്യുന്നത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റിൻ്റെ അടുത്തു നിന്നാണ് അല്ലേ. അപ്പം ഈ ഒരു ഹോട്ടൽസിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ ആ ഗസ്റ്റ് അല്ലെങ്കിൽ ആ ഹോട്ടലിലെ ഗസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻലി അവരുടെ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ റെസിഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗസ്റ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റെസിഡൻറ്റ് ഗസ്റ്റ് എന്നും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ഗസ്റ്റ് എന്നും. ദെൻ അതുപോലെ തന്നെ അവരുടെ സെറ്റിൽമെൻറ്റ്, അതായത് ഗസ്റ്റ് ബില്ല് സെറ്റിൽമെൻറ്റ് നടത്തുന്നതിൻ്റെ ബേസിൽ രജിസ്ട്രേഡ് ഗസ്റ്റ് എന്നും ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്നും രണ്ടായിട്ട് ഈ ഒരു ഗസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോകാം. റെസിഡൻസ് ബേസിൽ അല്ലെങ്കിൽ റെസിഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ യൂറോപ്യൻ പ്ലാൻ എന്നും അല്ലെ റെസിഡൻറ്റ് ഗസ്റ്റ് എന്നും നോൺ റെസിഡൻറ്റ് ഗസ്റ്റ് എന്നും രണ്ടായിട്ടാണ് ഗസ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ റെസിഡൻറ്റ് ഗസ്റ്റിനെ വീണ്ടും എഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ട് പ്ലാൻസിൻ്റെ ബേസിൽ. യൂറോപ്യൻ പ്ലാന്, അമേരിക്കൻ പ്ലാന്. അപ്പോൾ യൂറോപ്യൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗസ്റ്റിന് ലോഡിംഗ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അക്കോമഡേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവർക്ക് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അവർക്ക് അക്കോമഡേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ പ്ലാനിൻ്റെ അണ്ടറിലുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റൂമിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം അതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ റൂമിന് വേണ്ടിയുള്ള ചാർജസ് മാത്രം പേ ചെയ്താൽ മതി, മീൽസിൻ്റെ ചാർജ് പേ ചെയ്യേണ്ട കാര്യം ഇല്ല. ദെൻ അമേരിക്കൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലോഡിങ്ങും അതുപോലെ തന്നെ ലോഡ്ജിങ്ങും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ലോഡ്ജിങ്ങും അതുപോലെ തന്നെ ബോർഡിങ്ങും രണ്ട് കാര്യങ്ങളും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അക്കോമഡേഷനും അതുപോലെ തന്നെ മീൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്താണ്, ഈ പറയുന്ന അക്കോമഡേഷനും ഈ മീൽസിനും ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് നടത്തണം. ഇനി നോൺ റെസിഡൻറ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സച്ച് ഗസ്റ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് ബോർഡിംഗ് ഓൺലി ആൻഡ് റിക്വയർഡ് ടു പേ ദ പ്രൈസ് ഓൺലി ഫോർ മീൽസ്. നോൺ റെസിഡൻറ്റ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, മീൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ അവർ അതിന് വേണ്ടിയുള്ള ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പം യൂറോപ്യൻ പ്ലാനും അമേരിക്കൻ പ്ലാനും ഈ രണ്ട് പ്ലാനിൻ്റെ അണ്ടറിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. യൂറോപ്യൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ, ലോഡ്ജിങ് മാത്രമേ ഉള്ളൂ, മീൽസ് ഇല്ല. ദെൻ അതുകൊണ്ട് തന്നെ അവർ ആ അക്കോമഡേഷനുള്ള ചാർജ് കൊടുത്താൽ മതി. അമേരിക്കൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലോഡ്ജിങ്ങും ഉണ്ട് ബോർഡിങ്ങും ഉണ്ട്, അതായത് മീൽസും ഉണ്ട് അക്കോമഡേഷനും ഉണ്ട്, രണ്ടിനും പേ ചെയ്യണം. ഇനി നോൺ റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മീൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ദെൻ ഇനി ബില്ല് സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ബേസിൽ രജിസ്റ്റേർഡ് ഗസ്റ്റ് എന്നും ക്രെഡിറ്റ് ഹോൾഡേഴ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവർ ചെക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ്, ബില്ല് സെറ്റിൽ ചെയ്യുന്നു. ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തായിരിക്കും, അവർ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബില്ല് സെറ്റിൽ ചെയ്യുന്നില്ല, അവർ ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് അങ്ങനെയുള്ള ഗസ്റ്റിന്. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, എക്സാമ്പിളായിട്ടല്ല, അവർ നോക്കിക്കേ എങ്ങനെയുള്ളവരായിരിക്കും, ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഹു സെറ്റിൽ ദെയർ ബിൽ അറ്റ് എ പീരിയോഡിക്കൽ ടൈം. അവർ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യണമെന്നില്ല, ഒരു പീരിയോഡിക്കൽ ടൈംസിൽ എന്താണ് അവർ ബില്ല് സെറ്റിൽ ചെയ്ത് പോവാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സ്പോൺസേർഡ് ഗസ്റ്റ് ബൈ എയർലൈൻ, അതായത് എയർലൈൻ സ്പോൺസർ ചെയ്യുന്ന ഗസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ബില്ല് പേ ചെയ്യുന്നത് ആരാണ്, ഈ എയർലൈൻസ് ആണ്. ദെൻ ട്രാവൽ ഏജൻസിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്, ട്രാവൽ ഏജൻ്റ് ആണ് ഈ ഒരു ബില്ല് സെറ്റിൽ ചെയ്യുന്നത്. ദെൻ ഗസ്റ്റ് സ്പോൺസേർഡ് ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്ന ഗസ്റ്റ് ആണെങ്കിൽ ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് അത് ആ ഒരു ബില്ല് സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ്, ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി ആയിരിക്കും അല്ലേ, അവർ ആ ടൈമിൽ തന്നെ എന്താണ് ബില്ല് സെറ്റിൽ ചെയ്യുന്നില്ല. സോ ഇനി നമ്മൾ ഹോട്ടൽസുമായി ബന്ധപ്പെട്ട 1-2 ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് റൂം റേറ്റ് ആൻഡ് ബേസിസ് ഓഫ് ചാർജിങ് റൂം റേറ്റ്സ്. അതായത് മെയിനായിട്ട് ഹോട്ടൽസിൽ എന്താണ്,
അല്ലേ? 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽസ് മെയിനായിട്ടും എന്താണ്, അവർ റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂം റേറ്റ് അല്ലെങ്കിൽ ആ റൂം റേറ്റ് ചാർജ് ചെയ്യുന്ന ബേസിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇവിടെ പറയുന്നുണ്ട്, the higher charges of the accommodation provided to the guest by the hotel are known as room rate. എന്താ പറയുന്നത്? റൂം റേറ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഗസ്റ്റിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം അതിന് പകരമായിട്ട് ചാർജ് ചെയ്യുന്നതാണ്. ദെൻ റൂം റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പഠിക്കണം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പ്ലസ് എസ്റ്റിമേറ്റഡ് ഫെയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവൈലബിൾ റൂംസ് ദാറ്റ് ക്യാൻ ബി ലെറ്റ് ഔട്ട് ഇൻ ടു ഒക്യുപ്പൻസി റേറ്റ്. അപ്പോൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പം അതിന് വേണ്ടി ചിലവാകുന്ന കോസ്റ്റ് പ്ലസ് എക്സ്പെക്റ്റഡ് ഫെയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ആ ഒരു അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഉണ്ടായി അവർ നടത്തി, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. ദെൻ എന്താണ്, എത്ര റൂംസ് ലെറ്റ് ഔട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുണ്ട്, ഒക്യുപ്പൻസി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ഇതിൻ്റെ ബേസിൽ ഒരു ഇലൂസ്ട്രേഷൻ ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എല്ലാം വരുന്നത്. കാൽക്കുലേറ്റ് ദ റെന്റ് ടു ബി ചാർജഡ് പെർ ഡേ per room from the following information for the 3-star hotel at Delhi. If occupancy rate is 100% and 80%, അതായത് occupancy rate 100% ആണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് കേസിൽ 80% ആണെങ്കിൽ ഈ ഒരു ഹോട്ടലിൻ്റെ റൂം റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഒക്യുപ്പൻസി നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ ഫോർ ഒക്യുപ്പൻസി എത്രയാണ്? 50. ഇത് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന റൂമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. ദെൻ അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഫോർ ഏപ്രിൽ 2018, അതായത് ഈ ഒരു റൂംസിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കോസ്റ്റ്, അവരതിന് ചിലവാക്കിയത് 12 ലക്ഷം. ദെൻ റിട്ടേൺ എക്സ്പെക്റ്റഡ്, അപ്പം ഒരു ചിലവുണ്ടായി അല്ലേ, അതിനകത്തുനിന്ന് നമ്മൾ എന്താണ്, നമ്മളൊരു 10 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ വിൽക്കുമ്പോഴെന്താണ് അതിൻ്റെ കൂടെ പ്ലസ് നമ്മളൊരു പ്രോഫിറ്റും കൂടെ ഇട്ടായിരിക്കും വിൽക്കുന്നത് അല്ലേ. കോസ്റ്റ് 10 ആണെങ്കിൽ ഒരു 2 രൂപയും കൂടെ നമ്മൾ ഒരു പ്രോഫിറ്റ് വെച്ച് 12 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കോസ്റ്റ്. ദെൻ അവരതിനകത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റിൻ്റെ 50% റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നമ്മളിനി ആൻസർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പ്ലസ് എക്സ്പെക്റ്റഡ് ഫെയർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവൈലബിൾ റൂംസ് ദാറ്റ് ക്യാൻ ബി ലെറ്റ് ഔട്ട് ഇൻടു ഒക്യുപ്പൻസി റേറ്റ്. അപ്പം ഇവിടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 12 ലക്ഷം. ഇനി എക്സ്പെക്റ്റഡ് ഫെയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് അവർ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ കോസ്റ്റിൻ്റെ 50%. ദാറ്റ് മീൻസ് 12 ലക്ഷത്തിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 6 ലക്ഷം. ദെൻ എത്ര റൂംസാണ് ലെറ്റ് ഔട്ട് ചെയ്യാനുള്ളത്? അവൈലബിൾ ആയിട്ടുള്ളത് 50 റൂംസ്. അപ്പം ഒരു റൂം പെർ ഡേ 50 റൂം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്യാനല്ല, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഒരു മാസം 30 ദിവസമാണ് കണക്കാക്കുന്നതെങ്കിൽ 50 × 30, ഒരു മാസം 1500 റൂംസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മളിനി ആൻസറിലേക്ക് പോവുകയാണ്. 100% ഓക്യുപ്പൻസി റേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? 12 lakh പ്ലസ് 6 lakh ഡിവൈഡഡ് ബൈ 1500 × 100%. ആൻസർ 1200 പെർ റൂം പെർ ഡേ, ഒരു ദിവസം 1200 രൂപ. ദെൻ അടുത്തത് എന്താണ്? 80%ൻ്റെ ബേസിലാണെങ്കിൽ എന്താണ്? ഇതുപോലെ തന്നെ 100%-ന് പകരം 80% എന്ന് കാണിക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല, കാരണം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ അടുത്തത് ഇനി പറയുന്നത് ബേസിസ് ഓഫ് ചാർജിങ് റൂം റേറ്റ്സ് അല്ലേ. റൂം റേറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി റൂം റേറ്റ് ചാർജ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് റൂം റേറ്റ് ചാർജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പലതായിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 24 ബേസിസിലായിരിക്കും, 24 അവർ ബേസിസിലായിരിക്കും. ചില കേസിൽ നൈറ്റ് സ്പെൻഡ് ബേസിസിലായിരിക്കും. എത്രമാത്രം നൈറ്റ്, ഒരു നൈറ്റിന് ഇത്ര റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും. ദെൻ അടുത്തത് ചെക്ക് ഔട്ട് ടൈമിൻ്റെ ബേസിസിലായിരിക്കും. സോ നമുക്ക് നോക്കാം. ബേസിസ് ഓഫ് 24 hours എന്ന് പറയുമ്പം
അവിടെ ഇത്രയേ ഉള്ളൂ. 24 അവേഴ്സിന് അവർ ഒരു തുക പറയും. അപ്പോൾ ഇനി ആ 24 അവേഴ്സ് വരെ ആ ഒരു ഹോട്ടലിൽ ഗസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്നതിന് ആ പറഞ്ഞിരിക്കുന്ന തുക കൊടുത്താൽ മതി. 24 അവറിൽ കുറവേ അവർ സ്പെൻഡ് ചെയ്തുള്ളെങ്കിലും എന്താണ്, ഈ 24 അവറിൻ്റെ പ്രൈസ് തന്നെ കൊടുക്കണം. ദെൻ അവരതിൽ കൂടുതൽ 24 അവേഴ്സിലും കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 24 അവേഴ്സിൻ്റെ ചാർജ് കൊടുക്കണം. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇല്ലുസ്ട്രേഷൻ 2 പോവുകയാണ്. മിസ്റ്റർ രവി അറൈവ്സ് ഇൻ ന്യൂ ഡൽഹി ആൻഡ് occupies a room in 5-star hotel at 10 AM on 11th October 2018 on European plan at 4,000. Okay.